പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിഫൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകൾ ചെയ്തത്. അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോ. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇന്ന് പറയുന്നത് മസിൽ മെമ്മറി എന്ന് പറയുന്ന സംവിധാനമാണ്. നമ്മളെന്താണോ നമ്മുടെ ഉള്ളിൽ നമ്മൾ പതിപ്പിച്ച് വയ്ക്കുന്നത്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ എന്താണോ പതിപ്പിച്ച് വയ്ക്കുന്നത് അതേ പ്രാക്ടിക്കലി വരുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോൾ നമ്മളൊരു അടി അടിക്കുമ്പോൾ അങ്ങനെ തട്ടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ മനസ്സിലൂടെ വരികയുള്ളൂ. പ്രാക്ടിക്കൽ സമയത്ത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നോ അത് മസിൽ മെമ്മറിയിലേക്ക് ആക്കപ്പെടുകയും അതാണ് സമയത്ത് വരികയും ചെയ്യുക. അതാണ് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, ആ വേദന നമുക്ക് സഹിക്കാൻ പറ്റണം. അതിനുവേണ്ടിയാണ് അടിച്ച് തന്നെ പഠിപ്പിക്കണം എന്ന് പറയണം. എന്നാലേ നമുക്ക് പ്രാക്ടിക്കലായിട്ട് മാർഷൽ ആർട്ട് കൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. ഇനി എത്ര പഠിച്ചൊരു വ്യക്തിയാണെങ്കിലും സ്ട്രീറ്റ് ഫൈറ്റിൽ ചെയ്യണമെങ്കിൽ അയാൾക്ക് നല്ലൊരു മനസ്സ് വേണം. അടി എന്ന് പറയുന്ന ഒരു മനസ്സൂടാണ്. എത്ര വലിയ ഇപ്പം നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള എത്ര ഗുരുക്കന്മാരെടുത്താലും ഞാൻ പറയുന്നത് ഒരു 80% മേളിൽ ആൾക്കാർക്ക് സ്ട്രീറ്റ് ഫൈറ്റുമായിട്ട് ശരിക്കും ബന്ധമുള്ളവരായിരിക്കില്ല. കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നോക്കിയാൽ ഉണ്ടാവില്ല. ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല, അലമ്പുണ്ടാക്കാൻ പോകുന്നവരല്ല എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. അലമ്പുണ്ടാക്കാൻ പോകുന്നുള്ളതല്ല, ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റണം. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം മസിൽ മെമ്മറിയിൽ നമ്മൾ ആക്കി വെക്കേണ്ടത്. അല്ലാതെ പൂട്ടുകൾ മറ്റു കാര്യങ്ങളൊന്നും ആയിരിക്കും. നമ്മളെ ഒരാൾ പൂട്ടാനുള്ള സാഹചര്യം സ്ട്രീറ്റ് ഫൈറ്റിലില്ല, കൊടുക്കില്ല. ഇനി അഥവാ പൂട്ടിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതും അങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യണത്. നേരെ വീഡിയോയിലേക്ക്. ഇവിടെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെയായിരിക്കും നമ്മൾ കളരികളിൽ പ്രാക്ടീസ് കൊടുക്കുക. തെറ്റെന്നല്ല ഞാൻ പറയണത്. അങ്ങനെ തട്ടിപ്പടിച്ചാൽ അങ്ങനെ ഒരാൾ വരണം എന്നില്ല. അങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ പഠിച്ചു വെച്ചാൽ ഇതായിരിക്കും മസിൽ മെമ്മറിയിലേക്ക് നമുക്ക് ആകപ്പെടുക. ഇനി മറിച്ച് നമുക്ക് മറ്റൊരു തരത്തിൽ ചിന്തിച്ച് നോക്കാം. ഇവിടെ ഒരു അടി അടിക്കുമ്പോൾ അടിച്ചു, നമ്മളിങ്ങനെ പിടിച്ചുണ്ടോ, ഇങ്ങനെ പിടിച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു ഒടിവ്, ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രയോഗം, ഇനി കൈ ഇങ്ങനെ തട്ടിപ്പിടിച്ചു, ഇവിടെ ഒരു പ്രയോഗം, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രയോഗം, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രയോഗം, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രയോഗം, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രയോഗം, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രയോഗം. ഇത്രയും പ്രയോഗങ്ങൾ നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ മാത്രമേ ഒരടി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതായിരിക്കണം ഇപ്പം ഞാൻ ഈ കാണിച്ചായിരിക്കണം മസിൽ മെമ്മറിയിൽ വരേണ്ടത്. അല്ലേയുള്ള കുഴപ്പം ഒന്നടിച്ച് തട്ടി, അടുത്ത കൈക്ക് അടിക്കുന്നു നമ്മൾ തട്ടി, കണ്ടോ, ഇതിങ്ങനെ പോരും. അടുത്ത അടി വരുന്നു നമ്മൾ കണ്ടോ, അവിടെ പ്രയോഗം വരുന്നുണ്ടോ? ഒരിക്കലും പ്രയോഗം വരുന്നില്ല. പ്രയോഗം ഓരോന്നിനും പ്രയോഗം വരാതെ പഠിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നമാണിത്. ഇതാണ് മാർഷൽ ആർട്ടും ഡിഫൻസ് തമ്മിലുള്ള വലിയൊരു അന്തരം. ക്ലിയർ? നമ്മൾ ഇങ്ങനൊരു പൂട്ട് മസിൽ മെമ്മറിയിലാക്കി വെച്ചിരിക്കുകയാണെന്ന് കൂട്ടിക്ക്. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നോക്കിക്കോണം. അത് അടിക്കുമ്പോൾ അടിച്ചു നമ്മൾ ബ്ലോക്ക് ചെയ്ത് പിടിക്കണം. ഈ പിടിക്കുന്ന സമയത്ത് ഇതിൻ്റെ വേദന കൊണ്ട് ആളിങ്ങനെ നിൽക്കുന്നതാണ്. ഓക്കെ, മറ്റേ കൈയും 2 കാലും ഫ്രീ ആണെന്നുള്ളത് മറക്കരുത്. അപ്പം ഞാൻ അടിക്കുമ്പോൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ? ഈ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ വേദന കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റും പലതും, ഉണ്ടോ? അങ്ങനെ വന്നാൽ ഇത് വിടും. ഇനി അതിൽ രസകരമായൊരു സംഭവമുണ്ട്. നമ്മൾ ഈ പൂട്ടിടുന്ന സമയത്ത് കൈകൾ അടിക്കുന്നു, ആൾ കയറി വരുന്നൊരു ഭാഗം കണ്ടോ, കയറി വരുന്നത് ആ സമയം കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ഒന്ന്, ഇങ്ങനെ അടിക്കുന്നത് കണ്ടോ, ആൾ കയറി വരുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങോട്ടൊന്ന് അയൽ തീരുമാനമായി. ക്ലിയർ? ഒന്നുകൂടെ കൈ ഇങ്ങനെ വരുന്നുണ്ട്, നമുക്കൊരു ഇങ്ങനൊരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് അവിടുന്ന് എന്ത് വേണമല്ലോ, ഇവിടുന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, ഇത് ഒടിക്കാൻ പറ്റും, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി അടുത്തൊരു ഭാഗം നോക്കി, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കൈയൊന്ന് കയറ്റി വെച്ച് കൊടുത്താൽ വളരെ ശ്രദ്ധിക്കുക. അടിക്കുന്നു, ആൾ മുന്നോട്ട് കയറി വരുന്നു, നമ്മൾ മുന്നോട്ട് കയറി കൈ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് ഇങ്ങനെ എടുത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത പ്രയോഗങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത്, നമ്മൾ ആൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ പുറകോട്ട് ഇറങ്ങിയാൽ എന്ത് പറ്റും? അവിടെ നീ കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അടുത്തത്, അടിക്കുന്നു, മുന്നോട്ട് കയറി വരും, നമ്മൾ ഇങ്ങോട്ടേ കയറുന്നെങ്കിലും അത് ആ വഴി പോകും. അതായത് ഒരു പൂട്ട് വന്നാൽ ഏതൊക്കെ മൂവ്മെൻറ്റുകളിൽ മാറിയാൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനം. ഇനി വേറൊരു കാര്യം, നമ്മൾ അടിക്കുന്നു, ആൾ പൂട്ടാൻ കയറി വരുന്നു, ഇവിടെ ഒരൊറ്റ പഞ്ച് മതി. കണ്ട, ഒറ്റ പഞ്ചിൽ ആൾക്ക് അവിടെ കൊണ്ട് തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പൂട്ടിനെതിരെ എന്തൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളത് കൃത്യമായി അറിയാതിരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ വരുന്നു, പൂട്ടാൻ വരുന്നു, നമ്മൾ അങ്ങോട്ട് കയറി നിൽക്കുന്നത് കണ്ടോ, ഇത് തിരിച്ചൊടിക്കുന്നു. ഓക്കെ, അടുത്ത എങ്ങനെ വരുന്നുണ്ടോ, ഇവിടെ ചവിട്ടി നിർത്തുന്നു, നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. അടുത്ത ഇവിടെ ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട്, നേരെ ഇരിക്കാൻ പറ്റുന്നു. അടുത്ത കയറി ഇങ്ങോട്ട് വരുന്നു, ഈ കൈ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് ഇത് ഒടിക്കാൻ പറ്റുന്നുണ്ടോ, ഇത് അങ്ങോട്ട് ഒടിക്കാൻ പറ്റുന്നു. അടുത്ത എങ്ങനെ കയറി നമ്മൾ ഇങ്ങോട്ട് പിടിക്കുന്നുണ്ടോ, പുറകെ ചവിട്ടിയെടുക്കുന്ന അങ്ങോട്ട് വിടാനും നമുക്ക് പറ്റുന്നു. അടുത്ത ഇങ്ങനെ വരും, നമ്മൾ ഇങ്ങോട്ട് പിടിക്കുന്നുണ്ടോ, വാരി ഇവിടുന്ന് പിടിച്ചിട്ട് ഓടിക്കാൻ പറ്റുന്നു, ഇവിടുന്ന് അടിക്കാൻ പറ്റുന്നു.
അടുത്ത് പിടിക്കാൻ വരുന്നു, ഇവിടെ പിടിക്കുന്നു, ഇവിടുന്ന് കിക്ക് ചെയ്യുന്നുണ്ടോ, ഇവിടുന്ന് അടിക്കാൻ പറ്റുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് വന്നാലാണ് അത് ഡിഫൻസ് ആവുന്നത്. മറ്റേതെന്തേ വരുള്ളൂ, നമ്മൾ ആർട്ടെന്ന് പറയുന്ന ലെവലിലേക്ക് വരുള്ളൂ. അപ്പോൾ ആർട്ടിൽ നിന്ന് ഡിഫൻസിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വളരെ വലുതല്ലേ. ഇനി ഇതിന് പവർ ചെയ്യാനായിട്ട്, കൂടുതൽ പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിറ്റിൽ പ്രാക്ടീസ് ചെയ്യും. അല്ലാതെ ഇതിന് എളുപ്പ വഴികളൊന്നുമില്ല. അതിനെ പറയുന്ന പേരാണ് ഡ്രിൽസ്. ക്ലിയർ? നിങ്ങൾ ചെയ്യുന്ന ഓരോ ആർട്ടിലും ഇങ്ങനൊരു ഡിഫൻസിൻ്റെ സിസ്റ്റം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾ എന്താണോ പഠിച്ചു വെച്ചിട്ടുള്ളത് അതായിരിക്കും മെമ്മറിയിൽ നിൽക്കുക. ഏത്? മസിൽ മെമ്മറി നിൽക്കുക. അതായിരിക്കും റോഡിൽ വരുമ്പോൾ കൃത്യമായി വരിക. അടുത്ത കാര്യം, പ്രാക്ടീസ് കൊണ്ടും പവർ കൊണ്ടും. ഇപ്പം നമ്മളൊരു കിക്കിൽ കറക്റ്റായിട്ട് കിറ്റിൽ കിക്ക് ചെയ്യുന്ന സമയത്ത് ആ കിറ്റിൽ അടി കൊണ്ട് ആൾ താഴെ പോവുകയാണെങ്കിൽ എന്നാ വെയിറ്റ് നമ്മുടെ കാലിന് കിട്ടുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ടാവും. ഒറ്റ അടിക്ക് അല്ല ഒരു ഒറ്റ പഞ്ചിന് കിറ്റ് പോയിട്ട് തിരിച്ചു വരുന്ന അകലം കണ്ടാൽ നമുക്കറിയാം ഒരാൾ എത്ര ദൂരം പോകുന്നുള്ളൂ. അതിനായിട്ടാണ് നമ്മൾ ഏകദേശം 5.5-6 അടി ഹൈറ്റുള്ള കിക്ക് ശരിക്കുള്ള ആ പാടിലേക്ക് വെച്ച് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉറപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളൊരു 12-20 ഓട് വെച്ച് വെട്ടി പൊട്ടിക്കാന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാൾക്കിട്ട് വെട്ടിയാൽ അയാൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അതിനകത്ത് ഉറപ്പിക്കുന്നത്. അങ്ങനെ കൈയും കാലിനും എല്ലാം, ബോഡിയുടെ എല്ലാ പാർട്ടിനും ഡിഫൻസിൻ്റെ പ്രത്യേകതയാണ്. കൈയും കാലും മാത്രമല്ല, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ശക്തമായി സംരക്ഷിച്ചാൽ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിനാണ് പ്രാക്ടീസ്. കൃത്യമായി എവിടെ എത്തണമോ അവിടെ എത്തിക്കലാണ് സംവിധാനങ്ങൾ. ഇതുപോലെ തുടർന്ന് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക. വരുന്നുണ്ടെങ്കിൽ അത് ഡിഫൻസാണ്, വരുന്നില്ലെങ്കിൽ അത് ആർട്ടാണ്. അടുത്ത വീഡിയോയിൽ കാണാം.